ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വിഷു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ 4 ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. യെല്ലോ ഷെയ്ഡ് ഇൻഡെക്സ് ഫിംഗറിലും സ്മോൾ ഫിംഗറിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാസ്റ്റിക്കിൽ യെല്ലോ ഷെയ്ഡ് തന്നെ എടുത്തിട്ട് ഇതുപോലെ 5 ഡോട്ട്സ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കണിക്കൊന്നയാണല്ലോ നമ്മുടെ വിഷുവിന് പ്രധാനം. അപ്പോൾ കണിക്കൊന്ന പൂവ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലെ 5 ഡോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അകത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു പൂവ് പോലെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് അകത്ത് ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഈ ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ടൂത്ത് പിക്കിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇതിലുകൾക്ക് അകത്തായിട്ട് ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയ്ക്ക് വരെ ഇതിലുകളുടെ ഇടയിലുള്ള ഭാഗത്തും ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അകത്ത് ആദ്യമേ ഞാൻ ബ്രൗണിന് പകരം വേറൊരു യെല്ലോ ഷെയ്ഡായിരുന്നു കാണിച്ചിരുന്നത്. പക്ഷേ അതത്ര സ്യൂട്ട് ആവാത്തതുകൊണ്ടാണ് ഞാൻ ബ്രൗണ് ചേഞ്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഫിംഗറിൽ ഞാൻ ജസ്റ്റ് കുറച്ച് മുട്ടുകളാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മാസ്റ്റിക്കിൽ ഇതുപോലെ യെല്ലോ നെയിൽ പോളിഷ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രഷിൽ ഗ്രീൻ നെയിൽ പോളിഷ് എടുത്തിട്ട് ഇതുപോലെ ഒരു തണ്ടുകളും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു കണിക്കൊന്ന പൂ പോലെയൊക്കെ ആയെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് ക്ലിയറും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്ത് ഡിസൈൻ ഫിനിഷ് ചെയ്യാം. ക്ലിയറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴേ നല്ലൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഡിസൈൻ ഇഷ്ടപ്പെട്ടു ഇല്ലെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു ഡിസൈനുമായിട്ട് പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബായ്.